ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അല്ലെങ്കിൽ നമുക്കതിനെ ഓപ്പാമ്പ് എന്ന് വിളിക്കാം, ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ എന്താണ് ഒരു ഓപ്പാമ്പ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അതിന്റെ ബേസിക് ആയിട്ട് ഓപ്പാമ്പ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ള കണ്ടന്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഓപ്പാമ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് വിളിക്കാം. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, ഒരു ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഈ ഓപ്പാമ്പ് എന്ന് പറയുന്നത്. ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സോ ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ചേരുന്ന ഒരു IC ആണ്, ഒരു ലീനിയർ IC ആണ്, അല്ലെങ്കിൽ ഒരു അനലോഗ് IC ആണ് നമ്മുടെ ഓപ്പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. 2 ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് വരുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സോ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കാം, 2 ഔട്ട്പുട്ട്, സിംഗിൾ എൻഡ്, ഡബിൾ എൻഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചേരുന്ന ഒരു ഹൈ ഗെയിൻ ആംപ്ലിഫയർ ആണ് നമ്മുടെ ഓപ്പാമ്പ്. സോ ഇനി ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ടു ആംപ്ലിഫയർ ബോത്ത് AC ആൻഡ് DC സിഗ്നൽ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അതായത് നമുക്ക് ചോദിക്കുന്നത് ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ AC ഓൺലി, DC ഓൺലി, ബോത്ത് AC ആൻഡ് DC, ആ രീതിയിലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ബോത്ത് AC ആൻഡ് DC സിഗ്നൽ. തന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നത് നമുക്കിത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഇതുപോലുള്ള സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. പല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ലോഗ് ആംപ്ലിഫയർ, ആന്റി ലോഗ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചത് ലോഗ് ആംപ്ലിഫയർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു അനലോഗ് IC ആണ് നമ്മുടെ ഓപ്പാമ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സിമ്പിളിലേക്ക് പോവാം. ഇതാണ് അതിന്റെ സിമ്പിൾ. അപ്പൊ അതിനൊരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്. അപ്പൊ അതിന്റെ പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും, മൈനസ് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലും ആണ്. ദെൻ V പ്ലസ് V മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സപ്ലൈ വോൾട്ടേജസ് ആണ്, ഫിക്സഡ് സപ്ലൈ വോൾട്ടേജസ് ആണ്. സോ നമ്മുടെ ഒരു കോമൺ ഒരു പ്രാക്ടിക്കൽ ഓപ്പാമ്പ് ആണ് 741 എന്ന് പറയുന്ന ഓപ്പാമ്പ്. അപ്പൊ അതൊരു 8 പിൻ IC ആണ്, ഒരു 8 പിൻ IC ആണ്. അതിന്റെ പിൻ ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതില് 3rd പിന്നാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, 2nd പിന്നാണ് ഇൻവേർട്ടിംഗ് ടെർമിനൽ, അതുപോലെ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് 6th പിന്നാണ്. ദെൻ 7 എന്ന് പറയുന്നത് പ്ലസ് വോൾട്ടേജും 4 എന്ന് പറയുന്നത് മൈനസ് വോൾട്ടേജും ആണ്. സോ 1ഉം 5 ഓഫ്സെറ്റ് നള്ളാണ്, 8 നോ കണക്ഷൻ ആണ്. സോ ഈ ഒരു പിൻ ഡയഗ്രംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം 741 ഒരു ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്പാമ്പ് ആണ്. അതിന്റെ പിൻ ഡയഗ്രംസ്. ദെൻ നമ്മുടെ ഒരു ഓപ്പാമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഒരു കാസ്കേഡിംഗ് ആണ്. അതായത് ഒരു ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. സെക്കൻഡ് സ്റ്റേജ് ഈസ് ഓൾസോ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. 2 ഇൻപുട്ടുകളുണ്ട്, 2 ഔട്ട്പുട്ടുകളുണ്ട്. അതാണ് ഡ്യുവൽ ഇൻപുട്ട്, ഡ്യുവൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിന് ബാലൻസ്ഡ് എന്ന് വിളിക്കും, ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അഗെയിൻ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അതിന് 2 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ആണ്, സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആണ്. സോ ഇറ്റ് ഈസ് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. അപ്പൊ 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമുക്ക് പറയാം. 2 ഗെയിൻ ഇംപ്രൂവ് ചെയ്യോ, അതാണ് മെയിൻ ഫംഗ്ഷൻ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് ഗെയിൻ, ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ അതുപോലെ തന്നെ ലെവൽ ഷിഫ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ്. ഇത് നമ്മൾ ലെവൽ ഷിഫ്റ്റർ ആയിട്ട് അടുത്ത സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഒരു കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ഓപ്പാമ്പിന്റെ. ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം.
ഇൻപുട്ട് സ്റ്റേജ് ഞാൻ പറഞ്ഞ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇതിവിടെ ഈ ഓപ്പാമിന്റെ ഗെയിൻ മാക്സിമം ഗെയിൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പാമ്പിന് ഒരു ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവണം. ആ ഇൻപുട്ട് റെസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക. അതിനാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ദെൻ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലെവൽ ഷിഫ്റ്റഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അതായത് നമ്മുടെ ഡി സി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സീറോ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതിനെ തിരിച്ച് ആ ഒരു ഡി സി ലെവലിനെ തിരിച്ച് സീറോ ലെവലിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജ് ആണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിനെ എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അവിടെയാണ് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് എമിറ്റർ ഫോളോവർ വിത്ത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. സോ അതിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോംപ്ലിമെന്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് ആണ്. നമ്മൾ സർക്യൂട്ട്സിൽ ഈ പവർ ആംപ്ലിഫയേഴ്സ് പഠിക്കും. അതിനകത്ത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സും ഒരു NPN PNP ഒക്കെ വെച്ചിട്ടുള്ള സ്ട്രക്ചർ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് AB, സോ ആ ഒരു സ്ട്രക്ചേഴ്സ് എല്ലാം പഠിക്കുന്നതാണ്. സോ അത് ഔട്ട്പുട്ട് സ്റ്റേജ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കറണ്ട് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പാമിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എപ്പോഴും വളരെ കുറവായിരിക്കും. സോ ആ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് ആണ്. സോ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം. സോ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താണ്, ഓരോ സ്റ്റേജും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഒക്കെ എന്തിനാണെന്നുള്ളത് അറിയണം. അവിടെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കിനി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു ഓപ്പാമ്പിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ ഗെയിൻ. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത്, ഓപ്പൺ ലൂപ്പ് എന്ന് വിളിക്കാൻ കാരണം നമുക്ക് ക്ലോസ് ലൂപ്പും ഓപ്പൺ ലൂപ്പ് അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഇത് വരുന്നുണ്ട്. ഫീഡ്ബാക്ക് കൂടെ കൊടുക്കുന്നതാണ് ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കണം, ഐഡിയൽ കേസ് ആണ്. ദെൻ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കണം, പക്ഷെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവായിരിക്കണം. ഐഡിയലി അത് സീറോ ആയിരിക്കണം. ബാൻഡ് വിഡ്ത്ത് ഹൈ ആയിരിക്കണം, ഇൻഫൈനൈറ്റ് ആയിരിക്കണം ഐഡിയലി. ദെൻ CMRR ഇത് നമ്മൾ പഠിക്കും. നമ്മുടെ ഓപ്പാമിന്റെ പാരാമീറ്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് സ്ലീവ് റേറ്റ്, CMRR അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ദെൻ അതുപോലെ തന്നെ ഇൻപുട്ട് ബയാസ് കറണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഓഫ്സെറ്റ് വോൾട്ടേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, PSRR, അങ്ങനെ കുറേ കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് പഠിക്കണം. അതിന്റെ ഓരോന്നിന്റെ ഐഡിയൽ വാല്യൂസും ഒക്കെ ചോദിക്കുന്നതാണ് എക്സാമിന്. സോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ ഐഡിയൽ വാല്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. CMRR എന്ന് പറയുന്നത് ശരിക്കും ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്, AD/AC ആണ്. DBയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് 20 log AD/AC. അപ്പോൾ ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആണ് അല്ലെങ്കിൽ ഹൈ ആണ്. ഇൻഫൈനൈറ്റ് സ്ലീവ് റേറ്റ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അപ്പോൾ അതും പഠിക്കാനുണ്ട് ആ പാരാമീറ്ററും. അതുപോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 0 ആണ്. അതായത് നമ്മൾ അതുപോലെ തന്നെ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും ഐഡിയലി 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മിക്ക വാല്യൂസും ഹൈ ആണ് എക്സെപ്റ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എപ്പോഴും ലോ ആയിരിക്കും. അപ്പോൾ ഈ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓപ്പാമ്പിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ ഓരോ പാരാമീറ്റേഴ്സും ഇതിനകത്ത് വരുന്ന ബേസിക് പാരാമീറ്റേഴ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോന്നിന്റെയും 741 ഒക്കെ വാല്യൂ, 741 ഓപ്പാമിന്റെ ആ പാരാമീറ്ററിന്റെ വാല്യൂ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സ്ലീവ് റേറ്റ് ആണെങ്കിൽ 741 കേസിൽ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ആൻ ഓപ്പാമ്പ്. ഒരു ഓപ്പാമ്പ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ പല ട്രാൻസിസ്റ്റേഴ്സിന്റെയും അല്ലെങ്കിൽ മോസ്ഫെറ്റിന്റെ ഒക്കെ ഇക്വലന്റ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പാമ്പിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ഉണ്ട്. ദെൻ അതുകൂടാതെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഉണ്ട്, ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, A×VID എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഈ VID എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഡിഫറൻസ് വോൾട്ടേജ് ആണ്. V1 - V2 ആണ്. VID എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസിന്റെ വോൾട്ടേജ് ഡിഫറൻസ് ആണ് V1 - V2. സോ A എന്ന് പറയുന്നത് ഗെയിനും ആണ്. സോ ഗെയിൻ ഈസ് ഈക്വൽ ടു V0/V1 - V2 ആണ്, അല്ലെങ്കിൽ V0/VID ആണ് ഗെയിൻ.
അപ്പോൾ ഇവിടെ A ഇൻറ്റു VID എന്നാണ് നമ്മളിവിടെ ആ വാല്യൂ, നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂ എഴുതിയിരിക്കുന്നത്. A ഇൻറ്റു VID, ദെൻ R0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ആ രീതിയിലാണ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരയാണ്. ഇത് ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓപ്പ് ആംപ് ആണ്. ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓപ്പ് ആംപ്. അപ്പോൾ ഇതിനകത്ത് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഐഡിയൽ വാല്യൂസ്, ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാം, അത് ഇൻഫൈനൈറ്റ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആണ് അല്ലെങ്കിൽ 0 ആണ്. ദെൻ ആ പാരാമീറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അനാലിസിസിനൊക്കെ നമ്മൾ ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ ക്യാരക്ടർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഇത് കുറച്ച് നേരം ഇത് ലീനിയർ ആയിട്ട് നിന്നിട്ട് പിന്നെ അത് സാച്ചുറേറ്റ് ചെയ്യുന്നുണ്ട്. സാച്ചുറേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടർ വരയ്ക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ആക്സിസും ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിഫറൻസ് വോൾട്ടേജ് ആണ്. ഓപ്പ് ആംപ് ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ V1 മൈനസ് V2 അതാണ് VID എന്ന് പറയുന്നത്. സോ ആ ഡിഫറൻസ് നോൺ ഇൻവേർട്ടിങ്ങിന്റെയും ഇൻവേർട്ടിങ്ങിന്റെയും കൂടെ ഡിഫറൻസ് ആണ് VID അല്ലെങ്കിൽ V1 മൈനസ് V2. അപ്പോൾ ഔട്ട്പുട്ടും ആ ഡിഫറൻസ് വാല്യൂം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടർ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറുടെ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ 741ന്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു +15 -15 വോൾട്ടേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സാച്ചുറേഷൻ VSAT എന്ന് പറയുന്ന വാല്യൂ ഏകദേശം 13 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് -13 വോൾട്ട് ആയിരിക്കും. 13 വോൾട്ട് അല്ലെങ്കിൽ 14 വോൾട്ട് ഈ റേഞ്ചിലായിരിക്കും. ഒരിക്കലും അത് 15 വരത്തില്ല, അതിൽ കുറവായിരിക്കും. നമ്മുടെ സാച്ചുറേഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 15 ആയിരിക്കും. അല്ലെങ്കിൽ ആ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണോ അതിന് കുറച്ച് കുറവായിരിക്കും. ഇതാണ് VSAT എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി VCC ആയിരിക്കും. ഒരിക്കലും ഇത് ഈക്വൽ ടു VCC ആയിരിക്കില്ല. അതേപോലെ തന്നെ VSAT എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി -VE. അപ്പൊ ഇതാണ് ട്രാൻസ്ഫർ ക്യാരക്ടർ. കുറച്ചു നേരം ലീനിയർ ആയിട്ടും പിന്നെ അത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. സോ ദിസ് ഇസ് ദ ഐഡിയൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എപ്പോഴും ഓർക്കുക, VSATന്റെ വാല്യൂ എപ്പോഴും 15 വോൾട്ട് ആണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ സ്ലൈറ്റ്ലി. So these saturation voltages are always slightly less than the supply voltages. So ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിനകത്ത് ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേഷൻ വാല്യൂ എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബേസിക് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് ഓപ്പ് ആമ്പിന്റെ പാരാമീറ്റേഴ്സ്, ദെൻ ഓപ്പ് ആംപ് പാരാമീറ്റേഴ്സ്, സ്ലീവ് റേറ്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് സ്ലീവ് റേറ്റ്, CMRR, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് പല ചോദ്യങ്ങളും ചോദിക്കാം. കോമൺ മോഡ് ഗെയിൻ ലോ ആണോ ഹൈ ആണോ, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എങ്ങനെ ആയിരിക്കണം. ദെൻ നമ്മൾ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സ്, അത് കഴിഞ്ഞ തവണ അങ്ങനെ ചോദിച്ചു. നോൺ ഇൻവേർട്ടിങ്ങിന്റെ ഒരു ചെറിയ പ്രോബ്ലം ചോദിച്ചു, അതിന്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ ഒരു 1+RF/R1 ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ചെറിയ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഇൻവേർട്ടിംഗ് പഠിക്കണം, നോൺ ഇൻവേർട്ടിംഗ് പഠിക്കണം, ദെൻ സമ്മിങ് ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് പഠിക്കണം. പിന്നെ കഴിഞ്ഞ തവണ ചോദിച്ചതാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ അതും ഈ ഡിഫറൻഷ്യൽ മോഡ് ഗെയിനും കോമൺ മോഡ് ഗെയിനും റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. ദെൻ നമ്മുടെ കമ്പാരേറ്റേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് പോസിറ്റീവ് കമ്പാരേറ്റർ ആയിട്ട് ഷ്മിഡ് ട്രിഗർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ദെൻ കുറച്ചും കൂടെ വലിയൊരു മോഡ്യൂളാണ് ഈ ഓപ്പ് ആംപ് എന്ന് പറയുന്നത്. നമ്മൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വീൻ ബ്രിഡ്ജ്, അതുപോലെ തന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ്. ഇതെല്ലാം നമ്മുടെ ഓപ്പ് ആംപ് ബേസ് ചെയ്തിട്ടുള്ള ഓസിലേറ്റേഴ്സ് ആണ്. അപ്പം അതുകൂടാതെ നമ്മൾ ഓസിലേറ്റേഴ്സ് നമ്മൾ സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ചൊരു ഡെപ്തിൽ, അതുപോലെ 555 ടൈമർ IC പഠിക്കുന്നുണ്ട്, ADC DAC പഠിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ADC DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ദെൻ PLL എന്താണ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രം പഠിച്ചാൽ തന്നെ അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അപ്പൊ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ലെക്ചറിൽ ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഓപ്പ് ആമ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇൻവേർട്ടിംഗ് എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് എന്താണ്, അപ്പൊ എപ്പോഴും ഒരു ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ദെൻ അതുപോലെ തന്നെ നമ്മുടെ പാരാമീറ്റേഴ്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഓപ്പ് ആംപ് പഠിക്കാൻ പറ്റൂ. കാരണം ഒരു ഇൻവേർട്ടിങ്ങിന്റെ കൺസെപ്റ്റും ഒരു നോൺ ഇൻവേർട്ടിങ്ങിന്റെ കൺസെപ്റ്റും ഒക്കെ അറിഞ്ഞിരുന്നാലേ, അതുപോലെ തന്നെ
ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പഠിച്ചാലേ നമുക്ക് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും അല്ലെങ്കിൽ സമ്മിങ് ആംപ്ലിഫയറും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. അപ്പം വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കവർ ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റാണ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക് സർക്യൂട്ട്സിനെക്കാട്ടി നമുക്ക് കൂടുതലും സ്കോർ ചെയ്യാൻ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു മോഡ്യൂള് നമ്മുടെ LIC ആണ്, ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ ലൈവ് സെഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സിലബസിൽ ഓരോ ടോപ്പിക്ക് വൈസ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ.